വിദ്വേഷ പരാമർശ കേസിൽ ടി.ജി. മോഹൻദാസ് കുറ്റം സമ്മതിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട്. ആദ്യം അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല, ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പോലീസ്. കലാപാഹ്വാനം നടത്തിയത് ഗുരുതര കുറ്റമാണ്, കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുണ്ടെന്നും പോലീസ്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, അങ്ങനെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ ഈ ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതി ശ്രമിക്കുമെന്നടക്കം പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, കുറ്റം സമ്മതിച്ചെന്ന് ടി.ജി. മോഹൻദാസ് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അത് തന്നെയാണ് റോഷ്നി. അല്പസമയം മുമ്പാണ് ടി.ജി. മോഹൻദാസിനെയും കൊണ്ടുള്ള വാഹനവ്യൂഹം പോലീസ് സംഘം എനിക്ക് പിറകിലുള്ള വഞ്ചിയൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോയത്. ഇവിടെയാണ് ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരമറിയാം. ഇതിനിടയിലാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടിയിരിക്കുന്നത്. ആദ്യമൊന്നും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല, അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല. പിന്നീട് തെളിവുകൾ നിരത്തി ചോദിച്ച സമയത്ത് കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതാണ് ടി.ജി. മോഹൻദാസിന്റെ കാര്യത്തിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, ജാമ്യം നിഷേധിക്കരുത്, ജാമ്യം കൊടുക്കരുത്. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കും, കേസിന്റെ തെളിവുകൾ അത് നശിപ്പിക്കപ്പെടും, മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കും എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറ്റത്തിൽ പ്രധാനമായും ടി.ജി. മോഹൻദാസ് സ്ത്രീകളുടെ മാന്യതയെ ഹനിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം പൊതുസമാധാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, കലാപാഹ്വാനം നടത്തിയത് ഗുരുതരമായ കുറ്റം. അതുപോലെ ജാമ്യം നിശ്ചയിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല ടി.ജി. മോഹൻദാസ്. പിന്നീട് ചോദ്യം ചെയ്യലിൽ തെളിവ് നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങളും കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇനി ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായ 2 കുറ്റകൃത്യങ്ങൾ കൂടി ടി.ജി. മോഹൻദാസിനെതിരെ ഉണ്ട് എന്നുള്ളതും റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കോടതി കേസ് പരിഗണിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയുടെ തീരുമാനം അറിയാനും കഴിയും, പുറത്തേക്കോ അകത്തേക്കോ എന്ന്. റോഷ്നി. പ്രസാദ്, ടി.ജി. മോഹൻദാസിനെ സംബന്ധിച്ച് ഈ അന്വേഷണവുമായി സഹകരിക്കുന്നൊന്നുമില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുമധ്യത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ. അത്രയധികം വർഗീയ വിഷമല്ലേ അദ്ദേഹം തുപ്പിയത് ഈ സമൂഹത്തിന് മുന്നിൽ? അതിൽ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വിമർശനം ഉന്നയിക്കുക എന്നുള്ളതല്ല അദ്ദേഹം ചെയ്തത്. അയാൾ പറഞ്ഞ വാക്കുകൾ പോലും നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ളതായിരുന്നു ആ പരാമർശങ്ങൾ. അപ്പോൾ കുറ്റം സമ്മതിക്കാതെ മറ്റു വഴിയൊന്നുമില്ലല്ലോ, തെളിവുകളല്ലേ കയ്യിലുണ്ടാവുക. അതുതന്നെയാണ് റോഷ്നി ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും. ആദ്യഘട്ടത്തിൽ എന്നിട്ടും ഒന്ന് പിടിച്ചു നിൽക്കാൻ ടി.ജി. മോഹൻദാസ് ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത്രയേറെ മോശം വർത്തമാനം ആളുകളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞ മറ്റൊരാൾ പൊതുസമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. RSSന്റെ ഒക്കെ മുഖമായിട്ട് BJPയുടെയും സംഘപരിവാരത്തിന്റെയും ഒക്കെ ഒന്നിച്ച് നടക്കുന്ന ആളായിട്ടൊക്കെ പുറത്തറിയപ്പെടുന്ന ആളാണ് ഈ ടി.ജി. മോഹൻദാസ്. പക്ഷേ ഒരു BJP പ്രവർത്തകനും ഒരു RSS പ്രവർത്തകനും ഒരു സംഘപരിവാരം പ്രവർത്തകനും പറയാത്ത വർത്തമാനമാണ് ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. തല്ലാനും കൊല്ലാനും കഴിയാത്ത രീതിയിലേക്ക് BJP നേതൃത്വവും മാറുകയും ചെയ്തു. ടി.ജി. മോഹൻദാസ് പറഞ്ഞ ഈ കാര്യങ്ങൾ അതിലൊന്നും BJP അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പരസ്യമായി തന്നെ നേതാക്കൾക്ക് പറയേണ്ടി വന്നു. പക്ഷേ ഈ രീതി ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് അവർ ചോദിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി റോഷ്നി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി കടുത്ത വർഗീയ പരാമർശങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ടി.ജി. മോഹൻദാസ്. ഏറ്റവും ഒടുവിലാണ് CJP സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ അടക്കം വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എന്നതിന്റെ ഉദാഹരണമാണ്, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ആ കുട്ടികളെ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുണക്കാൻ ഒരൊറ്റ BJP പ്രവർത്തകൻ പോലും വരാതിരുന്നത്. ഇന്ന് പുലർച്ചെ 1:30 തൊട്ട് ഇന്ന് വൈകിട്ട് 2 മണി 2:30 അവിടെ നിന്ന് ഇറക്കുന്നവരെയുള്ള സമയത്ത് ആകെ വന്നത് ഒരേ ഒരാളാണ്, BJPയുടെ ജനറൽ സെക്രട്ടറി S. സുരേഷ്. മറ്റൊരാൾ പോലും അവിടേക്ക് വന്നതുമില്ല. ചുരുക്കത്തിൽ മോഹൻദാസ് പറഞ്ഞതിനെ BJPക്കാർ പോലും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോടതിയുടെ തീരുമാനം അല്പസമയത്തിനറിയാം. ഇപ്പോൾ കോടതിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള വാദം പുരോഗമിക്കുകയാണ്. റോഷ്നി. കോടതി മുറ്റത്ത് നിന്നാണ് TV പ്രസാദ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ സഹയാത്രികൻ
TG മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രസാദ് വിശദീകരിച്ചത്.